ഹലോ ഗായ്സ്, അപ്പോൾ ഇരിക്കുന്നത് MI ബോക്സ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം ഞാൻ ഈ MI ബോക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണ്ട. 1.5 വർഷം യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ റിവ്യൂ പോലത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇതിയുടെ മുമ്പിൽ ഇവിടെ 4K MI ബോക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഗൂഗിൾ അസിസ്റ്റന്റ് RHDയും പിന്നെ ക്രോംകാസ്റ്റ് ഇൻബിൽറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതാണ് MI ബോക്സിന്റെ പെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 2020 ഈ ഒരു സാധനം റിലീസ് ആവുന്നത്. ഞാൻ ഈ സാധനം വാങ്ങുന്നത് 2022 1.5 വർഷം ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ സാധനം അൺബോക്സ് ചെയ്യുമ്പോൾ അത് ഒന്നുണ്ടാവില്ല, കാരണം ഞാൻ എല്ലാം പുറത്തെടുത്ത് വെച്ചേക്കണേ. ഇതാണ് MI ബോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങനെ ചെറുതാണ്, പോർട്ടബിൾ ആണ്, പിന്നെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല. 150 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ 4 പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇത് ഫിസിക്കൽ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടാണ്. ഇവിടെ HDMI ഉണ്ട്, USB 2.0 ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ നടുക്കായിട്ട് ചെറിയൊരു ലൈറ്റ് ഉണ്ട്, അത് പവർ ഓൺ ചെയ്യുമ്പോഴാണ് ലൈറ്റ് എത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഓക്സ് കേബിളിൻ്റെ ഉള്ളിലും ഒരു റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ റെഡ് ലൈറ്റ് ഉദ്ദേശിക്കുന്നത് അതൊരു ഒപ്റ്റിക്കൽ കേബിളും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട് കൂടിയാണ്. നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതാണ് MI ബോക്സിൻ്റെ റിമോട്ട്. ബട്ടൺസ് ആയിട്ട് ഇവിടെ വോളിയം അപ്പും ഡൗൺ ഉണ്ട്, പിന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമിൻ്റെ ബാക്ക് അടിക്കാനും കേബിൾ വെക്കാനുള്ള ഒരു 3 ബട്ടൺ ഉണ്ട്. പിന്നെ നേരെ ഹോം സ്ക്രീനിലേക്ക് പോകാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു ബട്ടൺസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഗൂഗിൾ അസിസ്റ്റന്റിന്റെ ഒരു ബട്ടൺ ഉണ്ട്. ഹലോ, ഹൗ ആർ യു? മൈക്ക് ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗൂഗിൾ വർക്ക് ചെയ്യിക്കേണ്ടത്. പിന്നെ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ അതിനൊപ്പം കിട്ടിയത് ഒരു HDMI കേബിളാണ്. ഇതൊന്നും വലിയ നീട്ടമൊന്നുമില്ല, കുറച്ചുള്ളൂ. DC അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട് 5 വോൾട്ടിൻ്റെ. ചെയ്യുമ്പോൾ സാധനത്തിനകത്ത് ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, അതിപ്പോൾ എൻ്റെ കാർഡിലില്ല, അത് ഇവിടെ കിടക്കണേന്. ആൻഡ്രോയിഡാണ്, ആൻഡ്രോയിഡ് ബോക്സ് ആണ്. ആൻഡ്രോയിഡ് 9 ആണ് ഇതിനകത്ത് വന്നത്. വേറെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ആകെ 2 അപ്ഡേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 9 സാധനം വന്നത്. ഇനി ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ദോഷങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ദോഷമായിട്ട് തോന്നിയത് ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ വേർഷനാണ്. ബ്ലൂടൂത്ത് 4.2 ഉള്ളൂ. ബ്ലൂടൂത്ത് ആയിട്ട് ഇപ്പോൾ TWSഉം ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചില ഇൻപുട്ട് ലാഗും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ ട്രാക്ക് ആവണ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ TWS ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ TWS യൂസ് ചെയ്യാൻ കാരണം അവിടെ ചെറിയൊരു ഹോം തിയേറ്റർ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ സൗണ്ട് പ്രൂഫിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആംപ്ലിഫയർ, സ്പീക്കറും പ്രൊജക്ടർ ഞാൻ വെച്ചിട്ടുള്ളൂ. ഹോം തിയേറ്ററിൽ ഒച്ച കൂട്ടി വയ്ക്കുമ്പോൾ അത് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് തോന്നും. മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ TWS വാങ്ങിയിട്ടുണ്ടായി പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ TWSും ഞാൻ MI ബോക്സ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് ഓഡിയോ ലാഗ്, അതുപോലെ തന്നെ ഓഡിയോ ക്രാക്ക് ഒക്കെ ചില സമയത്ത് കിട്ടാറുണ്ട്. ഓഡിയോ ലാഗ് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല, എന്നാൽ ഓഡിയോ ക്രാക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ടായി. അതായത് സ്റ്റേബിളായിട്ട് നമുക്ക് ഓഡിയോ എന്താ പറയുക, ഇപ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ പാട്ട് കേൾക്കണമെങ്കിലോ നമുക്ക് സ്റ്റേബിളായിട്ട് കിട്ടാറില്ല. ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യില്ല. ഇപ്പം നേരത്തെ പെയർ ചെയ്ത് വെച്ച ബ്ലൂടൂത്ത് TWS ആണെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കർ ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആകില്ല. നമ്മൾ മാനുവലായിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് കണക്ട് ചെയ്യണം. അത് ഇച്ചിരി ചടങ്ങായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും കണക്ട് ചെയ്യാനായി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് പ്രശ്നം തോന്നിയത് OTT പ്ലാറ്റ്ഫോമിലാണ്. ആമസോൺ പ്രൈം, സൺനെക്സ്റ്റ്, നെറ്റ്ഫ്ലിക്സ്, C5, സോണി ലീവ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാനും സിനിമകൾ കാണാനൊക്കെ പറ്റും, വേറെ കുഴപ്പമൊന്നുമില്ല. 5.1 പോലും കിട്ടും നമുക്ക്. ഡോൾബി ഡിജിറ്റൽ പ്ലസ് വരെയും കിട്ടും നമുക്ക്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ പ്രശ്നം ഈ ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ഇവർ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ MI ബോക്സിൽ നമുക്ക് ഓഡിയോ ക്വാളിറ്റി ഫുള്ളായിട്ട് കിട്ടില്ല. ശരിക്കും OTT പ്ലാറ്റ്ഫോമൊക്കെ മാക്സിമം തന്നെ ഒരു ഓഡിയോ ബിറ്റ് എന്നൊക്കെ പറയുന്നത് 40 kbps to 700 അതിൻ്റെ മുകളിൽ കിട്ടും. 40 kbps ആണ് അവരുടെ മിനിമം ഞാൻ കണ്ടേക്കണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഇതിലൊക്കെ കണ്ടന്റ് കാണുമ്പോൾ അവർ എന്താ പറയുക, ശരിക്കും അവരതിൽ റിലീസ് ചെയ്യണം. 40 kbps പോലുള്ള ഓഡിയോ ഫയലിലായിരിക്കും സിനിമയൊക്കെ റിലീസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ സാധനത്തിൽ കിട്ടില്ല. ഇതിൽ നമുക്ക് 192 kbps വരെയാണ് നമുക്ക് ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണത്. അതെനിക്കിത് പോരായ്മയായിട്ട് തോന്നി. ഇപ്പോൾ രണ്ടാമത്തെ ഡോൾബി അറ്റ്മോസും കാര്യങ്ങളൊന്നും ഇല്ല, വേറെ കോഡൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഡോൾബി ഡിജിറ്റൽ പ്ലസും ഡോൾബി ഡിജിറ്റലും ഞാൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് OTT പ്ലാറ്റ്ഫോം വഴി. ഇപ്പോൾ അത് നിങ്ങൾ ബണ്ടിൽ സബ്സ്ക്രിപ്ഷൻ വഴിയാണ് വാങ്ങിയത്. ഉദാഹരണത്തിന് എയർടെൽ എക്സ്ട്രീം പ്ലേ, ടാറ്റ ബിങ്ക് പോലുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വഴിയാണ് നിങ്ങൾ OTT പ്ലാറ്റ്ഫോം വാങ്ങിച്ചതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് 5.1 ഒന്നും കിട്ടില്ല. ടാറ്റ ബിങ്ക് കിട്ടും. അത് സൺനെക്സ്റ്റും സൺനെക്സ്റ്റും പിന്നെ C5 മാത്രമേ 5.1 കിട്ടുന്നത്. ബാക്കിയൊന്നും കിട്ടില്ല. എക്സ്ട്രീം പ്ലേയിൽ ഒട്ടും കിട്ടില്ല. കാരണം എക്സ്ട്രീം പ്ലേയിൽ വീഡിയോസൊക്കെ ഇപ്പോൾ 2.0 ചാനലിലായിരിക്കും നിങ്ങൾക്ക് അതിനകത്തുള്ള മൂവീസൊക്കെ പ്ലേ ചെയ്യാൻ പറ്റണത്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ സ്ക്രീൻ മിററിങ്ങും ആയിട്ട് വേറൊരു പ്രത്യേക ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതായിട്ട് തോന്നിയതായി എനിക്കാകെ ഇത്രേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ബ്ലൂടൂത്തും OTT പ്ലാറ്റ്ഫോമിൽ മാത്രമുള്ളൂ എനിക്കതിന് വന്നത്. സാധനം വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം.
ഒന്ന് ഇത് പോർട്ടബിളാണ്, പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടി വിയിലോ മോണിറ്ററിലോ പ്രൊജക്ടറിലോ എവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ ട്രാവലറിൽ ജസ്റ്റ് നമുക്ക് കുത്തി വയ്ക്കുക, എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്രോം കാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ക്രോം കാസ്റ്റ് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണും MI ബോക്സും കൂടി സെയിം നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തതെങ്കിൽ നമുക്ക് ഇപ്പോൾ VLC മീഡിയ പ്ലെയർ രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും ഫോണിൽ നിന്ന്. അതേപോലെ തന്നെ യൂട്യൂബ് വഴി ഇപ്പം നമ്മുടെ സെയിം അക്കൗണ്ട് രണ്ടിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഫോണിൽ പ്ലേ ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ അത് വന്നിട്ടുണ്ട്. സാധാരണ സ്മാർട്ട് ടി വി കണ്ടുകൊണ്ടൊരു ഓപ്ഷൻ ഇല്ലാത്ത വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറൊരു കാര്യമാണ്, അത് വെറുതല്ല, കാരണം യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബ് വെച്ച് നമുക്ക് യൂട്യൂബിലിരുന്ന് നമുക്ക് 5.1 സിനിമയും റീൽസാണ് കാണാൻ പറ്റും. അതും ക്വാളിറ്റി ലോസ് ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും, ഫുൾ ക്വാളിറ്റി കിട്ടും. യൂട്യൂബ് ഇപ്പോൾ 384 kbps വരെ മാക്സിമം അവർ ഔട്ട്പുട്ടായിട്ട് തന്നെ ഉള്ളൂ. പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, കാരണം ഡോൾബി പ്ലസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു 4K ബോക്സ് ആണ്. ഈ 4K ബോക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പഴയ ടി വിയിലൊന്നും വർക്ക് ആവണമെന്നിരിക്കില്ല. അപ്പോൾ അതിൽ സംഭവിക്കാൻ പോണത് 4K റെസൊല്യൂഷനിലായിരിക്കില്ല സാധനം വർക്ക് ആവണത്. ഇപ്പോൾ നിങ്ങൾ TV 1080p ആണെങ്കിൽ 1080pയിലായിരിക്കും വർക്ക് ആവണത്. അപ്പോൾ അങ്ങനെ വർക്ക് ആകുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, 4K വീഡിയോസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്ലേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. പ്ലേ ചെയ്യാൻ പറ്റും, 4K തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഡൗൺ ഗ്രേഡ് ചെയ്യും എന്നുള്ളൊരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം ഗുണങ്ങളും ദോഷങ്ങളെ പറ്റി എനിക്ക് ഇത്രയുള്ളൂ പറയാനായിട്ട്. ഇനി ഈ സാധനം ആരൊക്കെ വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്മാർട്ടായിട്ടുള്ള TV ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബോക്സൊക്കെ വെച്ച് നമുക്ക് TV സ്മാർട്ടാക്കാൻ പറ്റും. ഇനി ഹോം തിയേറ്റർ പോലുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നോക്കാൻ, അത് OTT പ്ലാറ്റ്ഫോമൊക്കെ ലിമിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നത്. ഹാർഡ് ഡിസ്കും പെൺഡ്രൈവ് വഴിയാണ് നിങ്ങൾ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ആകെ പ്രശ്നം വന്നത് ഡോൾബി അറ്റ്മോസൊന്നും കിട്ടില്ല. ഈ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ അറ്റ്മോസ് ഫയൽ ഫോർമാറ്റ് സിനിമയാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതിലിട്ട് പ്ലേ ഒക്കെ ചെയ്യാൻ പറ്റും, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പോണത് ഡോൾബി ഡിജിറ്റൽ പ്ലസ് വഴിയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സറൗണ്ട് ഫീലൊക്കെ കിട്ടാൻ പോണത്. നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് പോലുള്ള ആംപ്ലിഫയറിലാണ് ഈ സാധനം കുത്തണമെന്നുണ്ടെങ്കിൽ ഫുൾ ഔട്ട്പുട്ട് കിട്ടില്ല. അവിടെയും ഇതൊരു അറ്റ്മോസിൻ്റെ സമയത്ത് വിർച്വലൈസേഷൻ സപ്പോർട്ട് വഴിയായിരിക്കും നിങ്ങൾക്ക് അറ്റ്മോസിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോണത്. അത്രേ ഉള്ളൂ എനിക്ക് ഇതിനെ പറ്റി പറയാനായിട്ട്. ഇപ്പോൾ ഹോം തിയേറ്റർ പോലുള്ള സെറ്റപ്പ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിനേലും ഇത്തിരി കൂടിയ സാധനം വാങ്ങിക്കുക. ഇതിൻ്റെ അറ്റ്മോസ് വേഷം വന്നിട്ടുണ്ട്, അത് പക്ഷേ ഇവിടെ ഇന്ത്യയിൽ റിലീസ് ആയിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ NVIDIA Shield TV Pro പോലുള്ള മീഡിയ പ്ലെയറിലേക്ക് പോകുന്നതായിട്ട് ഇത്തിരി നല്ലത്. ഞാൻ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറയണതല്ല, ഇത് ഉള്ളതായും പറഞ്ഞത്. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ പറയാൻ കാരണം ഈ സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടി, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എന്താ പറയുക, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു 3-3.5 വർഷമൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് 24 ആദ്യത്തെ വീഡിയോ ആണ്. സത്യം ഇതിനെ പറ്റിയൊക്കെ എനിക്ക് ഇത്രയൊക്കെ പറയാനായിട്ട്. എനിക്കിത് ഓക്കെയാണ്, വേറെ വലിയ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. യൂട്യൂബ് എടുക്കാം, സിനിമ അല്ലെ വല്ല പാട്ടൊക്കെ കേൾക്കാം, സിനിമ പാട്ടൊക്കെ ഇതൊന്നും കേൾക്കാം, അതൊക്കെ ഉണ്ട് എൻ്റെ ഒരു OTT പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്യണില്ല. ഈ സാധനം ഇത്ര നാൾ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയായി ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊന്ന് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.